ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത്. വരുന്ന സെപ്റ്റംബർ 22 പാരീസിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ബാലൻഡിയോർ ജേതാവിനെ പ്രഖ്യാപിക്കുക. ലാമിൻ യമാൽ, കിലിയൻ എംബപ്പെ, ഡെംബെലെ, റഫീഞ്ഞ എന്നിവരുടെ പേരുകളൊക്കെ ഇപ്പോൾ വളരെ സജീവമായി കൊണ്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിനിടെ ബാലൻഡിയോറിന്റെ അക്കൗണ്ട് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് സൂപ്പർ ബാലൻഡിയോറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. അതിന്റെ അവസാനം അവർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഇനി സൂപ്പർ ബാലൻഡിയോർ നൽകുകയാണെങ്കിൽ ആർക്ക് നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. ആദ്യമായിക്കൊണ്ടാണ് ഇപ്പോൾ ഫ്രാൻസ് ഫുട്ബോൾ ഈ ഒരു സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ച് സമീപകാലത്ത് സംസാരിക്കുന്നത്. ഏതായാലും ആ വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ച് അറിയാമോ? അതിൻ്റെ ചരിത്രം അറിയാമോ? ആരാണ് നേടിയത് എന്നറിയാമോ? 1989 ഫ്രാൻസ് ഫുട്ബോൾ സൂപ്പർ ബാലൻഡിയോർ നൽകാൻ തീരുമാനിച്ചത്. അതിനു മുൻപത്തെ 3 ഡീക്കേഡിലെ ഏറ്റവും മികച്ച താരത്തിന് സൂപ്പർ ബാലൻഡിയോർ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഇതുവരെ സൂപ്പർ ബാലൻഡിയോർ നൽകിയിട്ടുള്ളത്. ഒരൊറ്റ റൂൾ മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. 2 അതിലധികമോ ബാലൻഡിയോർ നേടിയവർക്ക് മാത്രമായിരുന്നു ഈ സൂപ്പർ ബാലൻഡിയോറിന് വേണ്ടി മത്സരിക്കാൻ കഴിയുക. ഫ്രാൻസ് ഫുട്ബോളിന്റെ റീഡേഴ്സ്, ബാലൻഡിയോർ ജൂറി, മുൻ ജേതാക്കൾ എന്നിവരൊക്കെയായിരുന്നു ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. 3-ാം സ്ഥാനത്ത് മിഷേൽ പ്ലാറ്റിനിയാണ് ഇടം കണ്ടെത്തിയത്. 3 തവണയാണ് അദ്ദേഹം ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് യോഹാൻ ക്രൈഫ് ആണ് വന്നത്. 3 തവണ അദ്ദേഹവും ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. സൂപ്പർ ബാലൻഡിയോർ നേടിയത് റയലിന്റെ ഇതിഹാസമായ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയാണ്. 2 തവണയാണ് അദ്ദേഹം ബാലൻഡിയോർ നേടിയിട്ടുള്ളത്. അദ്ദേഹത്തെയാണ് എല്ലാവരും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഈ സൂപ്പർ ബാലൻഡിയോർ നൽകുകയാണെങ്കിൽ ആർക്ക് ലഭിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് വീഡിയോയിലൂടെ ഇപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത്, അഥവാ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ചോദിച്ചിട്ടുള്ളത്. സൂപ്പർ ബാലൻഡിയോർ പുരസ്കാരം ഇനി ഫ്രാൻസ് ഫുട്ബോൾ നൽകുമോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ അതിൻ്റെ ഒരു സൂചനയായിക്കൊണ്ടാണ് പലരും ഇതിനെ കാണുന്നത്. ഇനിയിപ്പോൾ സൂപ്പർ ബാലൻഡിയോർ നൽകുകയാണെങ്കിൽ പ്രധാനമായും 2 വ്യക്തികളാണ് അതിനുവേണ്ടി പോരടിക്കാൻ ഉണ്ടാവുക. സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. 8 തവണയാണ് മെസ്സി ബാലൻഡിയോർ നേടിയിട്ടുള്ളത്. അതേസമയം 5 തവണയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.